ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഗുരു പരമ്പൊരുളിനെ, പരബ്രഹ്മത്തെ, പരമാത്മാവിനെ അറിവ് എന്നുള്ള പദം കൊണ്ടാണ് പലപ്പോഴും സൂചിപ്പിച്ച് കാണുന്നത്. ഗുരുവിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. അറിവ് എന്നുള്ള മലയാള പദം ആ ഒരു ഉയർന്ന തലത്തിൽ ഗുരു ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുരു 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തൻ അറിവും ഒരാദി മഹസ്സു മാത്രമാകും, വിരളത വിട്ട് വിളങ്ങുമം മഹത്താം അറിവിൽ അമർന്ന് അത് മാത്രമായിടണം. അപ്പോൾ ഇവിടെ അറിവ് മാത്രമായി ശരിക്കുള്ള നമ്മുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അറിവാണ് എന്നുള്ളതിൽ നമ്മൾ സ്ഥിരത നേടണം എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഗുരു പറഞ്ഞ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഗുരു സൂചിപ്പിക്കുകയാണ്, അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തൻ ഒരറിവ്. അറിവ് നമ്മുടെ സാധാരണ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള അറിവ്. അതിൻ്റെ അർത്ഥം, ഇപ്പം നമ്മൾക്ക് ഓരോ പൊരുളിനെ കുറിച്ച് ഉണ്ടാകുന്ന അറിവുകൾ, ഒരു ഒന്നിനെ നമ്മൾ ഒരു പേര് പറയുമ്പോൾ അതിൽ നമുക്കൊരു അറിവുണ്ടാകുന്നുണ്ട്. അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യവഹാരത്തിൽ നമ്മളെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഓരോ വ്യക്തിക്ക് പോലും ഓരോ പേരുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഓരോ പൊരുളിനും, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, അതുപോലെ വൃക്ഷലതാദികൾക്കൊക്കെ തനിയെ നമ്മൾ പേരുകൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വ്യവഹാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി പുമാൻ തന്നെ ഒരറിവ്, ഞാനെന്ന ഒരു ഭാവമുണ്ട്, എല്ലാം അറിയുന്നവൻ, അത് നമ്മളുടെ ഈഗോ ആണ്. അത് ആണ് നമ്മളെപ്പോഴും വഴിതെറ്റിച്ചു വിടുന്നത്, ഞാനെന്ന ഭാവം. പക്ഷെ അതുൾപ്പെടെ ആദിമഹസ്സാണ്. അപ്പം ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിഹ, തോന്നുന്നത് ആകിൽ അഖിലം ഞാനിതെന്ന ഭാവം തോന്നണം എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഇവിടെ ഞാനെന്ന ഭാവം അതെല്ലാം എന്തിലാണ് നിൽക്കുന്നത്? ആദിമഹസ്സിലാണ്. പക്ഷേ അങ്ങനെ ഒരു അറിവ് ആ സൂക്ഷ്മമായ തലത്തിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് ധാരാളം പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വിരളത വിട്ടു വിളങ്ങും മഹത്താം അറിവ്, ആ അറിവിൽ മാത്രം. കാരണം ഇതിന് ഇടതടവില്ലാതെ ആ ആദിമഹസ്സിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അമർന്ന് അത് മാത്രമായിട്ട് ഇരിക്കുവാനുള്ള ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്കത് പറയുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമ്പോഴും ഒരു 5 മിനിറ്റ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രവൃത്തികളെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമുക്കിരിക്കാൻ പറ്റുമോ? അറിവ് മാത്രമായിട്ടിരിക്കുക എന്ന് ഗുരു നമ്മളോട് ഉപദേശിക്കുമ്പോഴും നമുക്ക് എത്രമാത്രം അത് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് 1 മണിക്കൂർ പോലും, ഒരു 5 മിനിറ്റ് പോലും മനസ്സിനെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് ഇരിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം അത്രമാത്രം ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കും. അസ്വസ്ഥരാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി പല ബാഹ്യമായിട്ടുള്ള പലതിനെയും ആശ്രയിക്കുന്നുണ്ട് താനും. ഇതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്.
എന്തുകൊണ്ട് നമ്മളുടെ ഈ ഞാനെന്ന ഭാവത്തിൽ തെറ്റായ ധാരണകൾ നമ്മൾ വളർത്തിക്കൊണ്ടു പോകുന്നു? ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള എന്നെ, ഈ പരമ്പൊരുളിനെ, അറിവിനെ അറിയുവാനുള്ള ഒരു അവസരം നമ്മൾക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളെ വളർത്തുന്നത്, നമ്മൾക്ക് നമ്മുടെ സംസ്കാരം പകർന്നു തരുന്നത് മാതാപിതാക്കളാണ്. ഇന്ന് നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് മക്കളെ വലിയ ഭൗതികമായ പഠിപ്പുള്ള ആളുകളാക്കി മാറ്റണം, വലിയ സമ്പന്നന്മാരാക്കണം, അതുപോലെ രാജ്യം വെട്ടിപ്പിടിക്കണം. ഇങ്ങനെയുള്ള അറിവുകളാണ് പകർന്നു കൊടുക്കുന്നത്. പക്ഷെ ആരും തന്നെ നീ നിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നടത്തുന്ന, നിൻ്റെ മനസ്സിനെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിച്ച് ശരിയായിട്ടുള്ള ധീരനായിരിക്കണം എന്നാരും പറയാറില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന, മനസ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അർത്ഥമില്ലാത്ത തലത്തിലേക്കുള്ള അതിൻ്റെ പ്രയാണം. അതുകൊണ്ട് ഗുരു സൂചിപ്പിക്കുകയാണ്, ഈ അറിവിനെ, ശരിയായിട്ടുള്ള എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ അറിവിനെ അറിഞ്ഞുകൊണ്ട് വേണം ഇവിടെ ജീവിക്കുവാനായിട്ട്. അപ്പോൾ ഭൗതികതയും ആത്മീയതയും രണ്ടല്ല എന്നുള്ള അറിവിലേക്ക് നമുക്ക് ഉണരാനും സാധിക്കണം. തീർച്ചയായിട്ടും ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം.